ഓ എൻ്റെ ഈശോയെ, മനോഹരമായ ഈ സായം സന്ധ്യയിൽ ഒരിക്കൽ കൂടി ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ കരങ്ങൾ കൂപ്പട്ടെ. നിറഞ്ഞ മനസ്സോടെയാണ് തമ്പുരാനെ ഇന്ന് ഞങ്ങൾ നിൻ്റെ മുൻപിലായിരിക്കുന്നത്. പ്രഭാതം മുതൽ ഈ സമയം വരെ കാലിലൊരു കുഞ്ഞു മുള്ളു പോലും കൊള്ളാതെ അങ്ങ് എത്രമാത്രം കരുതലോടെയാണ് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ചത്. ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ആയിരിക്കാൻ ഒരു ദിനം കൂടി കനിഞ്ഞു നൽകിയ നിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നിറമനസ്സോടെ ഞാനിതാ ശിരസ് നമിക്കുന്നു. ഇന്നോളം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒത്തിരി മക്കൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് 4 നേരവും വയറ് നിറയെ കഴിക്കാൻ ആഹാരം നൽകി. അനേകം മക്കൾ കടത്തിണ്ണകളിൽ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുമ്പോൾ ഒരു കൊച്ചു വാടക വീടാണെങ്കിലും ഈശോയെ സ്വന്തമെന്ന് പറയാൻ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവല്ലോ. സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒരുപാട് പേരെ ചുറ്റിന് നീ ഞങ്ങൾക്ക് നൽകി. മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ, മക്കൾ, കൂട്ടുകാർ, അങ്ങനെ സ്വന്തമെന്ന് പറയാൻ ഞങ്ങൾക്കിന്ന് ഒത്തിരി പേരുണ്ട് ഈശോയെ. ഇതൊന്നുമില്ലാതെ തികച്ചും അനാഥരായി പോയ ഒരുപാട് പേരെ ഞങ്ങളൊന്ന് ചുറ്റിലും കണ്ണോടിച്ചാൽ കാണാൻ പറ്റും. ചുറ്റുമുള്ളവരെ കാണാൻ പറ്റാതെ എപ്പോഴും ഞങ്ങളുടെ വേദനകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഈശോ പലപ്പോഴും നീ തരുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. പരാതി പറയാനോ പരിഭവിക്കാനോ ഞങ്ങൾക്കാവില്ല ഈശോ. ഒത്തിരി അനുഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് ഞങ്ങളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. ഈ രാത്രിയിൽ ഇന്ന് ശാന്തമായിട്ടിരുന്ന് ഈ പ്രാർത്ഥനയിലൊന്ന് പങ്കെടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ തമ്പുരാനെ, അത് നിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്, നിൻ്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇടയ്ക്കെങ്കിലുമൊക്കെ ഈശോ തന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഒന്നോർത്തോർത്ത് ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണം. നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ഈ സമയം ഈശോയോടുള്ള സ്നേഹം കൊണ്ട്, നന്ദി കൊണ്ട് നിറയട്ടെ. അർഹതയില്ല അപ്പ ഒന്നിനും, നിൻ്റെ കരുണ അതൊന്നു മാത്രമാണ് ഇന്ന് ഞങ്ങളൊക്കെ ജീവനോടെ പോലും ആയിരിക്കാൻ കാരണം. ഒത്തിരി ദുഃഖദുരിതങ്ങളും രോഗപീഠകളും സാമ്പത്തിക തകർച്ചകളും പലവിധ തടസ്സങ്ങളും സമാധാനമില്ലാത്ത അവസ്ഥകളുമൊക്കെ ഞങ്ങൾക്കുണ്ട്. എങ്കിലും അതിനിടയിലും ഈശോയെ തളരാതെ തകരാതെ നീ ഞങ്ങളെ കാക്കുന്നുണ്ടല്ലോ. അത് മതി ഈശോ, ഞങ്ങൾക്ക് നീ കൂടെയുണ്ടായാൽ മതി, നിൻ്റെ സ്നേഹം കൂട്ടിനുണ്ടായാൽ മതി. ഏതു വേദനയിലും എനിക്കൊന്ന് ഓടിച്ചെല്ലാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗം എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ പരിശുദ്ധ അമ്മ. അമ്മയെ ഓർക്കാത്ത, അമ്മയോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും എന്നിൽ നിന്ന് കടന്നു പോയിട്ടില്ല. ഈ രാത്രിയിലും അമ്മ കൂടെ ഉണ്ടാകണം കേട്ടോ. ഈശോയുമൊത്ത് എൻ്റെ വീട്ടിലേക്ക് അമ്മയൊന്ന് വരണേ. നിദ്രയുടെ നിമിഷങ്ങളിൽ എനിക്ക് കാവലായിട്ട് എൻ്റെ അരികിൽ അമ്മയുണ്ടാകണം. നാളെ പ്രഭാതത്തിൽ കൂടുതൽ സ്നേഹത്തോടെ തീക്ഷ്ണതയോടെ ഉണരാൻ, ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ അമ്മ എന്നെ സഹായിക്കണമേ. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാനായി പോകട്ടെ. എന്നെ അനുഗ്രഹിക്കണമേ. അമ്മേ അമ്മേ അമലേ കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ. അമ്മേ അമ്മേ അമലേ കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ. കരൾ പൊട്ടിക്കരയുമ്പോൾ, ഇടനെഞ്ചു വിങ്ങുമ്പോൾ, കണ്ണുനീരൊപ്പുവാൻ നീ വരണം.
പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. കരൾ പൊട്ടിക്കരയുമ്പോൾ, ഇടനെഞ്ചു വിങ്ങുമ്പോൾ, കണ്ണുനീരൊപ്പുവാൻ നീ വരണം. പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. അമ്മേ അമ്മേ അമലേ കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം തിരുവചനം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഈ സമയം നമുക്ക് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും പുത്രൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി പിതാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കും. ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായൊരു നിയോഗത്തെ ഈ സമയം ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കോടാനുകോടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം ആവശ്യം സമർപ്പിക്കുക. എനിക്ക് സാധിച്ചു തരണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കോടാനുകോടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കോടാനുകോടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ. ഈ സമയം കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇന്ന് വിശ്വാസപൂർവ്വം ഈ സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ഈ വചനത്തിലൂടെ ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ദൈവമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഇന്നും ജീവിക്കുന്നു. ലോകത്തിലെ മാനുഷിക മേഖലകളും ശാസ്ത്രീയ മേഖലകളും അനുദിനം പരാജയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടാതെ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. 8500 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. അതെല്ലാം നിറവേറപ്പെടുന്ന വാഗ്ദാനങ്ങളാണ്. ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും നാം വ്യാകുലപ്പെടേണ്ടി വരില്ല. കാരണം സത്യം പറയുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അത് ദൈവവചനമാണ്. ഈ സമയം നമുക്ക് ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസപൂർവ്വം എന്നെ കേൾക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് കർത്താവിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ, ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെല്ലാം ഈശോയെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് ഇപ്പോൾ ഈ വചനം ഏറ്റുപറഞ്ഞ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും.
നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. വിശ്വാസത്തോടെ ഈ വചനം നേറ്റുപറഞ്ഞ്, നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. എൻ്റെ കളപ്പുരകളിലും എൻ്റെ പ്രയത്നങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. വിശ്വാസത്തോടെ ഒന്നുകൂടി ഏറ്റുപറഞ്ഞേ, കർത്താവിൻ്റെ നാമം ഞാൻ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും എന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. ഏറ്റുപറഞ്ഞേ, സമൃദ്ധമായ വിളവ് നൽകി കർത്താവിൻ തന്നെ സമ്പന്നനാക്കും. ഈശോയെ, ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ വിശിഷ്ടമായ ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കൾ ഇന്ന് വേദനിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഈ സമയേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ഇത് കർത്താവിൻ്റെ വചനമാണ് മക്കളെ. നമുക്ക് വിശ്വസിച്ചേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അനേകം ജനതകൾക്ക് ഞാൻ കടം കൊടുക്കും. എനിക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ഈശോയെ, വചനം വിശ്വസിച്ചേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളുടെ മേലുള്ള തടസ്സങ്ങൾ, കടബാധ്യതകൾ, കടഭാരങ്ങൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. നമുക്കൊന്നുകൂടി ഏറ്റു പറയാം. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി. ഈശോയെ, ഈ സമയം ഈ വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും ഈ വചനം ഇന്ന് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ദിനം ഞങ്ങൾക്ക് വേണ്ടി അമ്മ പുത്രനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി കാത്തിരിക്കാം ഞാൻ നിൻ സവിധേ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി കാത്തിരിക്കാം ഞാൻ നിൻ സവിധേ. ജപമാല ചൊല്ലുമ്പോൾ അരികിൽ വരേണമേ. ഹൃദയത്തിൻ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ ജപമാല ചൊല്ലുമ്പോൾ അരികിൽ വരേണമേ. ഹൃദയത്തിൻ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ അമ്മേ അമ്മേ
കൂടെയുണ്ടാ